നമസ്കാരം. UPSC പഠനത്തിൽ മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത് പഠിക്കുന്നവർക്കായി ഇത്തവണ ഐലേൺ IAS ഒരുക്കുന്ന എഴുത്തു പരിശീലനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമുക്ക് നിരന്തരമായ പരിശീലനവും ആവശ്യമാണ്. ഇത്തവണ മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്കും വരും വർഷങ്ങളിൽ UPSCയുടെ മെയിൻസിന് തയ്യാറെടുക്കാൻ സാധ്യതയുള്ളവർക്കും വേണ്ടി 2 വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ഇത്തവണ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പ്രിലിംസ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഈ തവണ മെയിൻസ് എഴുതാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കായി മെയിൻസ് ടെസ്റ്റ് സീരീസും അല്ലാത്തവർക്ക് അടുത്ത വർഷത്തേക്ക് തയ്യാറെടുക്കുന്നവർക്കായി പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാമുമാണ് ഐലേണിൽ ഉണ്ടാവുക. നമുക്ക് ഈ 2 പ്രോഗ്രാമുകളെ ഒന്ന് പരിചയപ്പെടാം. മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്രധാനമായും നമ്മുടെ ഇത്തവണ മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്ക് മുന്നിലുള്ള 2 മാസത്തെ സമയത്തിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ മലയാളത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായും ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് പരീക്ഷകളുണ്ട്. 8 പരീക്ഷകളാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ മുഴുവനായിട്ടും ചേർത്തിട്ടുള്ളത്. 8 പരീക്ഷകളും UPSC മോഡലിൽ തന്നെ 250 മാർക്കിന്റെ പരീക്ഷകളാണ്. എന്തുകൊണ്ടാണ് അത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 3 മണിക്കൂർ സമയത്തിനകത്ത് 250 മാർക്കിന്റെ പരീക്ഷ എഴുതി തീർക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിരന്തരമായൊരു പരിശ്രമം നമുക്കുണ്ടാകണം. നമ്മൾ എന്തു പഠിച്ചു എന്നതിനപ്പുറം പഠിച്ച കാര്യങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പരീക്ഷയ്ക്ക് ആവശ്യം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഉത്തരങ്ങൾ എഴുതാനുള്ള ഒരു പരിശീലനം ഈ എഴുത്തു പരിശീലനത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കും. അത് കൂടാതെ തന്നെ വളരെ കൃത്യമായി നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ക്ലാസ്സുകൾ ലഭിക്കുകയും ആ ക്ലാസ്സുകളുടെ ഭാഗമായി നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഉള്ളടക്കത്തോട് കൂട്ടിച്ചേർക്കലുകൾ നടത്താനും അതുപോലെ 2ാം പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന കവിതകളിലും സാഹിത്യത്തിൽ മറ്റു വായനകളിലുമൊക്കെ ധാരാളം പഠനങ്ങൾ ഉൾച്ചേർക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. ഇതിലൂടെ അധിക വായനയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരങ്ങളിൽ നമ്മുടേതായ ഒരു മൗലികത കൊണ്ടുവരാനും സാധിക്കണം. ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് ജൂൺ 9-നാണ്. ജൂൺ 9 മുതൽ ആദ്യത്തെ 5 ദിവസം നമുക്ക് പൊതുവായ ചില ക്ലാസ്സുകളാണുള്ളത്. അത് ഇത്തവണ മെയിൻസ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അടുത്ത വർഷത്തേക്കും പിന്നീടും പഠിക്കാനൊക്കെയായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ പങ്കെടുക്കാവുന്ന ഒന്നാണ്. ഈ ക്ലാസ്സുകൾ നമ്മൾ പ്രധാനമായും എങ്ങനെയാണ് നമ്മൾ വിഷയത്തെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. അതിനെ തുടർന്ന് അപ്പോഴേക്കും പ്രിലിംസ് റിസൾട്ട് വരും. നിങ്ങൾക്ക് പിന്നീട് മെയിൻസ് ടെസ്റ്റ് സീരീസ് തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ പേഴ്സണൽ മെന്റർഷിപ്പ് തിരഞ്ഞെടുക്കണോ എന്നത് തീരുമാനിക്കാം. തുടർന്ന് മെയിൻസ് ടെസ്റ്റ് സീരീസ് തിരഞ്ഞെടുക്കുന്നവർക്ക് ആ രീതിയിലുള്ള പരീക്ഷകൾ എഴുതാം. പേഴ്സണൽ മെന്റർഷിപ്പാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊരു ഇയർ ലോങ് പ്രോഗ്രാമാണ്. അടുത്ത വർഷത്തേക്കായി തയ്യാറെടുക്കുന്നവർ ഇവരുടെ ഇനി വരുന്ന ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ മലയാളത്തിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷാക്രമമല്ല, മറിച്ച് കുറെ കൂടി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിറ്റും പഠിക്കാൻ വേണ്ട സമയം നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് വളരെ പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ഷെഡ്യൂളാണ് അതിനുള്ളത്. 4 മാസം കൊണ്ടാണ് ആ പഠനത്തിൽ നമ്മൾ ഓപ്ഷണൽ പഠനം പൂർത്തിയാക്കുക. കൃത്യമായി നിങ്ങൾക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാനും നിങ്ങളുടെ പഠന സൗകര്യത്തിനനുസരിച്ച് പഠിക്കാനും കഴിയുന്ന ഒരു ക്രമം അതിനകത്തുണ്ട്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്കും റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ അധിക വായന സഹായവും ഒക്കെ നമ്മൾ ലഭ്യമാക്കും. ഇത്തരത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഓപ്ഷണൽ പേപ്പറിനെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങൾ എഴുതാനും നിങ്ങളുടെ വായനകളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഉത്തരങ്ങളിലേക്ക് ഏറ്റവും ഒതന്റിക്കായി കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഈ പരിശീലനം. ഈ 2 പരീക്ഷകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വ്യക്തിഗത ഫീഡ്ബാക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളിൽ കൊണ്ടുവരാവുന്ന ചില മാറ്റങ്ങൾ, ഉത്തരങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നെ നമ്മൾ പറഞ്ഞു തരും. ഇത്തരത്തിൽ നമ്മൾ പരസ്പരമുള്ള ഒരു ചർച്ചയിലൂടെ, നമ്മൾ പരസ്പരമുള്ള സംഭാഷണങ്ങളിലൂടെ മികച്ച ഉത്തരങ്ങൾ ഓപ്ഷണൽ പേപ്പറിന് തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ 2 പ്രോഗ്രാമുകളുടെയും ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 9 മുതൽ ആദ്യത്തെ ദിവസങ്ങളിൽ നടക്കുന്ന സൗജന്യമായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്ലാസ്സുകൾ കഴിയുന്ന എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം വേണമെന്ന് തിരഞ്ഞെടുക്കാം. ഈ 2 പ്രോഗ്രാമിലും ആദ്യത്തെ പരീക്ഷ വരെയും നിങ്ങൾക്ക് സൗജന്യമായി പങ്കെടുക്കാം. തുടർന്ന് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ തുടരണമെങ്കിൽ ഇതിന്റെ ഭാഗമാവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം.